പൊന്നട്ടാ ഈ എന്തോടേക്ക് എന്നെ വീട്ടിൽ പോയിട്ട് കണ്ടില്ലല്ലോ എന്റെ പോയിന്ന് വാ നമുക്കൊരു സ്ഥലം വരെ പോകണ്ടേ ഈ മൂടാ ഫോൺ കിട്ടിയാ വാ വിറങ്ങടാ നമുക്ക് അവിടെ ഒരാൾക്ക് പോകണം ഞാൻ എന്നോടൊന്ന് പറഞ്ഞല്ലേ കയ്യൊക്കെ ബലം പിടിച്ചു താത്തിട്ടാ വാ എന്നാ പോയി നോക്കാം മാരിയൊക്കെ പോരിച്ച് കയ്യ് ഇങ്ങനെ കൈ താത്തി എന്നാ ഇളക്കം നിന്നോളല്ലോ ഇങ്ങനെ കളിച്ചെന്നോ ഞാൻ നിർത്തിയാ ഫോൺ നിർത്തിയാ കമ്മൊക്കെ ഉണ്ടല്ലോ നമ്മക്ക് ഞാൻ ഇവനെ കൊണ്ട് മറ്റേ നമ്മളെ തങ്ങളടുത്തേക്ക് ഇവ കണ്ടില്ല ഇത് തന്നെ പരിപാടി ഇതില് എല്ലാ കുട്ടികൾക്കുള്ള അസുഖമാണ് ശരിയാക്കി എടുക്കണം നമ്മക്ക് അവിടെ ചെന്നാ മാറുവേ പോയോട്ടെ മരുന്ന് അവിടെ എന്നോട് പറഞ്ഞില്ലേ ഇവിടെ ഒരു തങ്ങളടുത്ത് പോണെന്ന് വെറുതെ പോയോക്കെ സംസാരിച്ച് സമയം കണ്ട അറിയാൻ കൊണ്ടേക്കോ ഈ സമയത്താവുമ്പോ എന്താരോ നിങ്ങൾ പറഞ്ഞു നമുക്ക് അല്ല എനിക്ക് അതിന് അങ്ങനത്തെ അസുഖമല്ലോ അത് ശരിയാണ് എന്നാ പോരെ വാ നമ്മളാണ് പോയോക്കെ ഏതപ്പോ വീട് ഓടിട്ട വീട് ഇതാ തോന്നുന്നുണ്ടല്ലേ എവിടാ ഇവിടെ അങ്ങട്ടല്ല ഇങ്ങോട്ടാണ് ആ വീട് വന്നിട്ടാ ഓടിട്ട വീട് ആ എനിക്ക് കൈയൊക്കെ താത്തി ഉഷാറായി നടക്ക് ചെരുപ്പൊരിടാൻ പറഞ്ഞല്ലേ ആ പൊന്നട്ടാ ഇജ്ജ് ഇങ്ങനെ മുന്നിക്ക് നോക്കേ നോക്കടാ ഇതാണ് ആ വീട് വല്ല അടിച്ചാ അങ്ങനെ അടിക്കാൻ പറ്റുമോ എനിക്ക് ആ വല്ല അടിച്ച് തങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേക്കും ആ നിങ്ങളെ ഞാൻ ഇവനെ കൊണ്ടൊന്ന് വന്നേ ഇവനെ കാണിക്കാൻ വേണ്ടി വന്നേ തങ്ങളൊന്ന് കാണാൻ ആ ഇവനുള്ള എന്താ പ്രശ്നം ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉള്ളിൽ കയറിയാന്ന് പറഞ്ഞേച്ചിട്ട് എന്നാണ്ട് കയറിക്കോ കേട്ടോ ആ അതന്നെ അല്ലേ ഓ കേടാ ആകെ പറഞ്ഞുതരാം ഇരിക്കേ എന്നാലേ അത് പോരി മോനെ വിളിച്ചോ ഇങ്ങോട്ട് കയറി ഇരിക്കുന്നാല് ഇവനല്ല പ്രശ്നമുള്ളേ ഇരിക്കും ഇജോടെ നിൽക്കട്ടോ എന്താണ് ഇവൻ എന്താണ് പ്രശ്നം എന്താണ് ഇവന് ഇവനെ കിട്ടുന്ന പരിപാടി ഫോണിന്റെ മെയിൻ പ്രശ്നം ഫോണ് ഒരു കാര്യത്തിലേക്ക് അത് കാണിച്ചാ ഏതാ മോന്റെ ഫോൺ ഏതാ ഇത് വിളിച്ചടാ കിട്ടിയതാണ് പരിപാടി ഈ നെക്കി കളിച്ചണ ഇതൊക്കെ തന്നെ മെയിൻ പരിപാടി ഒരു വർത്താനം പറയാൻ നിൽക്കൂല നീ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഫോൺ കൊണ്ടുള്ള പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താ വെച്ചാല് ഇതൊരു രോഗമല്ല അത് ഇന്നാലോ നാട്ടിലിപ്പോ ഉള്ള വലിയൊരു വിപത്തുമാണ് ഇപ്പൊ കുട്ടികൾ ഒരു കുട്ടീനല്ല ഇവിടെ ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന കേസ് മൊത്തതാണ് നിങ്ങൾക്ക് അല്ലേ കേക്കണ്ടി ആ മൊത്തം ഇത് തന്നെയാണ് അതായത് മാറ്റാനിപ്പോ എന്താ വെച്ചാല് ഇത് നിർത്തണില്ലല്ലോ അവന് അതിനൊന്ന് കച്ചെടുക്കേ ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേ എന്റെ അടുത്ത് വേറെ മരുന്നുണ്ടെ കൊടുക്കേണ്ടി വരും അതിനാവുമ്പോ നിങ്ങൾ ഒരു 5 മിനിറ്റ് പുറത്ത് നിൽക്കേണ്ടി വരും വേദനാക്കും ഞാന് മാറി കിട്ടിയാ തന്നെ ഇവനത് ഒഴിഞ്ഞു കിട്ടണം ഓന്റെ നോട്ടം കണ്ട ജി നോക്കുമ്പോ ചിരിച്ചുണ്ടോനെ മൊത്തം നോക്കിയാ ഇങ്ങോട്ട് മൊത്തം നോക്കിയാ ഇവന്റെ കണ്ണില് ഈ മൊബൈലിന്റെ തന്നെ ഓന്റെ കണ്ണിലിങ്ങനെ കാണുകയാണ് നമ്മള് ഇപ്പൊ ഗെയിമൊക്കെ ഇതിന്നാണ്ടോ ഓന്റെ കണ്ണിക്ക് പോയിന് എപ്പോഴും ഗെയിം കളിച്ചാലാ ഗെയിമിന്റെ വട്ടാത് ഒന്നല്ല ഗെയിം കളിച്ച് വട്ടായതാ നിങ്ങളെ അക്കൗണ്ട് നമ്പർ ഒന്നും അവൻ അറിയില്ലല്ലോ ആ ഇപ്പത്തെ കുട്ടികളെ അവസ്ഥ എന്താരോ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയാണ് അങ്ങനത്തെ എന്തോ ഒരു കളി ഇറങ്ങിന് ഇപ്പൊ അതൊക്കെ നമ്മൾ എന്താ പറയുക നല്ല നോക്കണം കുട്ടികളെപ്പം ചെയ്യാറുണ്ടായിരിക്കും ഒരു 10 മിനിറ്റ് പുറത്ത് നിൽക്കി ഓനെ ഞാൻ ശരിയാക്കി തരാം ഓനോട് സ്വകാര്യമായിട്ട് കുറച്ച് വർത്താനം പറയാണ്ട് കേട്ടോ ആയിക്കോട്ടെ ഒത്തും പറ്റൊന്നുമില്ല അങ്ങനെ പുറത്തേക്ക് നിന്നോളി ആ ഞാൻ ഇങ്ങാണ്ട് പറയുന്ന കാര്യങ്ങള് ഇത് ഫുള്ളായിട്ട് കേൾക്കുക മനസ്സിലാക്കി ഇത് മൂളിയോണ്ട് കാര്യമില്ല അത് അങ്ങനെ കാട്ടിയാ അവിടെ കേട്ടെ എനിക്ക് ഫോണില്ലാതെ ജീവിച്ചാൻ പറ്റാതായിന് അല്ലേ ഞാൻ ചോദിച്ചതിന് മറുപടി തരണം എന്തെങ്കിലും ഇങ്ങനെ മൂളിയിട്ട് കാര്യമില്ല ഞാനേ എന്റെ കൂടെ വന്നാരാ മാമനാ ഈ മാമനെ പുറത്താക്കി എന്തിനാ എനിക്ക് എന്നോട് മുഖത്തേക്ക് 4 വർത്താനം പറയാൻ വേണ്ടിട്ടാ മനസ്സിലാക്കി പെരക്കാരുണ്ട് നമ്മക്ക് നോക്കാനേ ആര് അച്ഛനും അമ്മയൊക്കെ നോക്കണം
നമുക്ക് പെങ്ങന്മാരുടെ ഓല നോക്കണം, ഇതൊക്കെ നമ്മളെ ഉത്തരവാദിത്താണ്. അതിനൊക്കെ മറക്കാൻ വേണ്ടിട്ട് ആൾക്കാർ കണ്ടെത്തിയ ഒരു ഉപാധിയപ്പത് ഈ മൊബൈൽ ഓണാക്കുക, വിളിച്ച് നിൽക്കുക, ആരെയും വിളിച്ചാൽ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ വെക്കുക, അതിനൊക്കെ ഒരു ബേളായിട്ടാണ് ഇപ്പൊ ആൾക്കാർക്ക് കൊണ്ടുനടക്കുന്നത്. നല്ല കാര്യങ്ങൾ ഇതിൽ വിജയിച്ചല്ല, പക്ഷെ നല്ലതൊന്നും ആർക്കും വേണ്ട, കേടൊന്നും മതി, കേടൊന്നിന്റെ ബാക്കിൽ അപ്പൊ ജില്ല. അപ്പൊ അത് തങ്ങളെ ഫോണല്ല കിട്ടും അടുത്തുനിന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞ പൂജാരി ശരിക്കും മനസ്സിലാക്കിക്കോ. നന്നാ വേണ്ടിട്ടാ പറഞ്ഞേ, മനസ്സിലാക്കി. ഇജ് ഇന്ന് ഇങ്ങനെ വെള്ള തുണിയെടുത്ത് നിക്കണേ കാണണ്ട, ഞാൻ മടക്കത്ത് എത്തി കഴിഞ്ഞാൽ 10 ദിവസത്തിന് പറ്റൂല, മനസ്സിലായോ? അപ്പൊ അടങ്ങിയിരുന്ന എനിക്ക് നന്ന്. അതൊന്നും എടുക്കല്ലാന്ന്, അതൊക്കെ നിന്നോട്ടെ. അങ്ങട്ട് ഈ കണിലാകുട്ടി മാതിരി നിക്കണ്ടല്ലോ, വീട്ടിൽ നടത്തുന്നേ അമ്മനാണ്ട് മാറ്റി വെച്ചിട്ടാണ് അതിനും വേണ്ടിട്ടാ. അമ്മനാ മൂലക്കിലിരുത്തിയതേ എന്തിനു വേണ്ടിട്ടാ മനസ്സിലാക്കി? ഇതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനാ, കുടുംബം നോക്കാനുള്ള മനസ്സിലാക്കി ഇരിക്കവിടെ തന്നെ. എങ്ങടാ ജീ പോണേ? അപ്പൊ ഇങ്ങോട്ടോക്കെ ഞാനിപ്പോ ഈ പറഞ്ഞ മാതിരി മര്യാദക്ക് നടക്കുക പറ്റൂല എനിക്ക്. ഇന്നത്തോട് കൂടി അതിന്റെ അടുത്ത് ഈ സാധനം ഈ മുസാവും പെട്ടി ഞാൻ കാണരുത്, എറിഞ്ഞാ അത് പൊട്ടിച്ചു. ഇത് രോഗമായി മാറിയിരുന്നു നാട്ടില്, എനിക്ക് മനസ്സിലായ? അന്റെ അമ്മനെ വിളിച്ചേട്ടാന് ഇനി ഇത് തൊടൂലല്ലോ. കിട്ടാ ഇന്റെ സ്വഭാവം ഞാൻ പുള്ളി എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. എന്നാലേ ഇങ്ങോട്ട് പോരി, ഓന്റെ ഒക്കെ ഞാൻ റെഡിയാക്കി. ഇങ്ങോട്ട് പോരി, ഇത്ര പണിയുള്ളൂ ഇനി. കേറിക്കോളി. എന്താ നിങ്ങളെ ഓന്റെ ശരിയായിന്നേ, ശരിയായോ? 5 മിനിറ്റ് നിങ്ങളാ പുറത്തിരുന്ന സമയം കൊണ്ട് ശരിയായി. ഓനോട് എനിക്ക് എന്ത് ഞാൻ തരാം, ഞാൻ ആ പറഞ്ഞ കാര്യം നിൽക്കണം, അത്രേ ഉള്ളൂ. ഇവന് ഈ കാണിച്ചോട്ടിൽ പ്രശ്നമില്ലാന്ന് ഇത് കയ്യിലെത്തോ, ഞാൻ എറിഞ്ഞു പൊട്ടിക്കണം, അതോ ഞാൻ എന്റെ കയ്യിൽ തരണം? എന്നാ വിട്ടോ, ഓൻ ഇനി ഇത് ചോദിക്കൂല. അതിനുള്ള സംഗതി ഒക്കെ ഞാൻ കൊടുത്തേ. ഇനി കുറച്ച് മരുന്നും കൂടി ഉണ്ട്. ആ മരുന്ന് ഒരു 10 മിനിറ്റ് നിങ്ങൾ പുറത്തിരിക്കി, എന്നിട്ട് ഞങ്ങൾ ശരിയാക്കി തരാം. ഒരു 10 മിനിറ്റ് ഇരിക്കാം പോലെ അവനെ പിടിച്ചോ, ശരിയാക്കണേ. അവൻ ഈ ലെവലാകാനില്ല കേട്ടോ. അടിയിരുന്നോളി, അടിയിരുന്നോളി, ഒരു 10 മിനിറ്റ് കേട്ടോ. ആ മരുന്ന് ഇപ്പൊ ശരിയാക്കി തരാം. നീ മൊബൈൽ എടുക്കല്ലോ എനിക്ക്. അടിപൊളി അടിപൊളി അടിപൊളി. ഹായ് എന്നിട്ടാ രാള് എന്റെ മൂത്തേനാവുന്നുണ്ടത്. അതന്നെ എന്റെ അസുഖം ഈ ഒരു പ്രശ്നം തന്നെയാണ്, പക്ഷെ സ്ട്രോങ് ആയ ആളാ. അല്ല എന്താ പത്? ഹലോ ഹായ് ബ്രോ, ഹലോ ഹലോ. എന്താണ് ക്യാമറ? ഓക്കെ. അത് അല്ല എന്ത് തങ്ങളാണോന്നാ? എന്നാ പറയേ, തങ്ങളെ ഉള്ളിലുണ്ട്. ആരപ്പോ എന്തേ? ഇവിടെ ഒരാള് കാണാവുന്നതാണ്. അല്ലാതെ മരുന്നല്ലേ, അന്റെ മരുന്നല്ലേ? അതിപ്പോ ശരിയാക്കി ഏതാ ഇതിന് നമ്മള് ഇതാ മറ്റേ സാധനല്ലേ? നമ്മളാ യൂട്യൂബിലൊക്കെ എന്താ മൂല്യന്മാരെ മറ്റുള്ളവരൊക്കെ കുറ്റം പറയണേ, അങ്ങനെ എന്തോ മൂത്ത് വട്ടായതാവും. ഈ കോലത്തിൽ നടക്കുന്നവരൊക്കെ അവസ്ഥ തന്നെയാണ്. ലാസ്റ്റ് വട്ടാല ഈ മൂല്യന്മാരും പണ്ഡിതന്മാരും അതിനിപ്പോ ഏത് മതത്തിൽപ്പെട്ടാലും ഓലെ കുറ്റം പറഞ്ഞു നടന്ന അവസ്ഥ തന്നെയാണ്. അങ്ങോട്ട് വിളിച്ചാ ഇങ്ങോട്ട് വന്നാ. ഇതാണാ മുതലില്ലേ? എന്തേ ഇത് അതന്നെ പ്രശ്നം. എന്തേ പോന്നേ? ഞാന് തങ്ങളാണോ ഇന്നെ കാണാനോ? ഇത് ഏതാ എത്താപ്പതിന്റെ പേര്? ഇത് മൊബൈൽ ജിർക്ക് ഇവിടെ എന്താ മൊബൈലിൽ വരുന്ന വെച്ചിനെ? എന്താ വമ്പങ്കാട് പോയേ? എനിക്കറിയാക്കൂലല്ലേ. ഇതിന്റെ കൂടെ വേറെ മങ്കുരി ഉണ്ടല്ലോ, ഒരു പെണ്ണുങ്ങളെ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് ഡാൻസ് കളിച്ചണേ. എന്റെ പേര് എന്താ? കുഞ്ഞാപ്പുവോ? കഞ്ഞാപ്പു എന്താ? കുഞ്ഞാപ്പു. ഇങ്ങക്കൊരു മരുന്ന് ഞാൻ കൊണ്ടിടക്കാൻ വേണ്ടിട്ട് കാലം കുറേ. നിങ്ങളല്ലേ ഇപ്പൊ ഈ ഇതിലൊക്കെ വന്നിട്ട് ഈ പണ്ഡിതന്മാരൊക്കെ കുറ്റം പറഞ്ഞത്? നല്ല മരുന്നുണ്ട്. എനിക്ക് ഒറ്റ മരുന്നിന്റെ കയ്യിലുണ്ട്. ഇങ്ങോട്ട് വാ കേട്ടോ. അടുക്കവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. അടുക്കല്ല അവിടെ റെഡി ആക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം. അടുക്കര് ഇങ്ങോട്ട് പോട്ടെ. ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഇങ്ങോട്ട് ഇരിക്കട്ടോ. ഇവർക്ക് ഇതൊക്കെ കൊണ്ട് വെച്ചാളാ. എന്താ എന്നിട്ട് അസുഖം എന്താന്ന് പറഞ്ഞേ? അസുഖം കാര്യമായിട്ടൊന്നുമില്ല, മൂലരൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇന്നെ കാണാനേ ഞാൻ കൊറേ കാലായിട്ട് അന്നെ തെരഞ്ഞു നടക്കുക. എന്ത് അന്നെ എന്റെ കൂടെ ഉണ്ടാവുന്നാലും മങ്കുരിനി ഉണ്ടല്ലോ, ഒരു കുഞ്ഞാപ്പു. എന്താ കുഞ്ഞാപ്പു? ഓനെന്തേ ഇങ്ങനത്തെ അസുഖം എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല ഇല്ല ആ ഇല്ലാതെ ഓനിഞ്ഞ് വരാനാവുന്നുള്ളൂ. കുരുത്തക്കേടാ ഇത്, കുരുത്തക്കേടാണ്. കുരുത്തക്കടാ കണ്ട മൂല്യന്മാരെയും നിങ്ങൾ മതം ജാതിയും കൂടി നോക്കണില്ല. എല്ലാ മതത്തിൽപ്പെട്ടിയും ഈ പണ്ഡിതന്മാരെ കുറ്റം പറയുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് കളിയാക്കാം. നിങ്ങൾ മാത്രല്ല, മലപ്പുറത്തുള്ള വേറെ ഒരു 3-4 കൗമുകളുണ്ട്. ഈ പള്ളിക്കലുള്ള മൂല്യന്മാരെ, ഈ അമ്പലത്തിലുള്ള സ്വാമിമാരെ, മറ്റേ ചർച്ചിലുള്ള കുറച്ച് അച്ഛന്മാരൊക്കെ കളിയാക്കിയാണ്ട് അയിമന്ന് കായ് ഉണ്ടാക്കി ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. അത് മൂലേരെ നമ്മള് വീഡിയോസിന് വേണ്ടി ചെയ്യണല്ലേ. എടാ ഈ വീഡിയോസിനും വേണ്ടി ഇത് ചെയ്യുമ്പോഴേ ഓൽക്കൊരു കുടുംബം കുട്ടികളും മക്കളൊക്കെ ഉണ്ടെന്നുള്ള ആലോചിക്കണം. എന്തെങ്കിലും കുറെ ഉണ്ടാക്കിയാണ്ട് യൂട്യൂബിൽ അവിടെ ഇട്ടാണ്ട് വായി ഉണ്ടാക്കിയാണ്ട് നക്കലല്ല. എന്നോടൊക്കെ പറഞ്ഞതിന്റെ കാര്യം ഇറക്കും. മനസ്സിലാക്കി എന്താ വിചാരിച്ചേ? അങ്ങനെ ചെറുക്കാൻ ഞങ്ങൾ കാണാൻ വന്നതല്ലേ. ഇത് ഉസ്താദായിട്ട് ഞാൻ കുറച്ച കാലം ആവണുള്ളൂ. അതിന് മുമ്പ് എനിക്ക് വേറെ പേരും കൂടി ഉണ്ട്. ആ പേര് ഞാനോട് പറയണില്ല. ഇരിക്ക് 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 ഞാൻ പറഞ്ഞു തരുമ്പോ പ്രസരമാണ്. ഇരിക്ക്. അപ്പൊ എന്നിട്ടെത്താ എനിക്ക് ഈ അസുഖം മാറണം അല്ലേ? ഇത് അവിടെ അസുഖമായി എനിക്ക് ബോധ്യമായില്ലേ? നെഞ്ചിക്ക് നെഞ്ചിക്ക് എനിക്ക് നല്ല മരുന്ന് അവിടെ ഉള്ളത്. അങ്ങോട്ട് അല്ല മരുന്ന് ഞാൻ ശരിയാക്കി തരാം. ഇതൊക്കെ ഊരച്ചാ അങ്ങനെയാണ് ഈ മരുന്ന് കൊടുക്കുക. ഒന്നാട് തിരിഞ്ഞു നോക്കിയാ വളേ വന്നൂടാ എടുത്തിരി എടുത്തിരി വളരെ ഇങ്ങനത്തെ മരുന്ന് ഇതിന്റെ മരുന്ന് അങ്ങനെ ഒറ്റമുലൊക്കെ ഉണ്ടാവും. ഇതാ വരുന്ന എന്റെ വരുന്ന 10 രൂപ തരാട്ടോ. ഏകദേശം ശരിയാ എനിക്ക് ശരിയായോ? ഇനി പണ്ഡിതന്മാരെ പറയൂ. ഞാൻ പണ്ഡിതന്മാരെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാരെ പറയോ? ഇത് പറയാന്നേ പറയാ പറയാ. ചേട്ടാ എന്റെ ചികിത്സ കഴിഞ്ഞിട്ടില്ല. നിക്കവിടെ നീ വേണ്ടാന്നോ? ചികിത്സ വേണ്ടാന്നോ? എന്റെ ഫുള്ള് ചികിത്സ കഴിഞ്ഞിട്ടില്ലാന്ന്. ഇനി മേലാൽക്കെങ്ങാനും പണ്ഡിതന്മാരും മറ്റോരും കളിയാക്കിയാണ്ട് ആ പേരും പറഞ്ഞാണ്ട് വട്ടായാണ്ട് ഈ ബൈക്കെങ്ങാനും വന്നാല് അറത്താളും ഞാൻ ആൾക്കാരിറങ്ങിന് ഓടാവുന്നു.